മഹാരാഷ്ട്രയിലെ അംബർനാഥിൽ ബി.ജെ.പി കോൺഗ്രസ് സഖ്യം. അംബർനാഥ് മുനിസിപ്പൽ കൌൺസിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് ഇരു പാർട്ടികളും സഖ്യമുണ്ടാക്കിയത്. ശിവസേന ഷിൻഡെ വിഭാഗം അധികാരം പിടിക്കുന്നത് തടയാനായിരുന്നു ബി.ജെ.പിയും കോൺഗ്രസും ഒരുമിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് മഹാരാഷ്ട്രയിൽ അതും സംഭവിച്ചു. കടുത്ത വിരോധത്തിലാണെങ്കിലും മുംബൈക്കടുത്ത് അംബർനാഥിൽ കോൺഗ്രസും ബി.ജെ.പിയും കൈകോർത്തു. അംബർനാഥ് വികാസ് അഘാഡി എന്ന പേരിൽ കൈകോർത്ത സഖ്യത്തിൽ എൻ.സി.പി അജിത് പവാർ വിഭാഗവുമുണ്ട്. ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ ശക്തി കേന്ദ്രത്തിൽ അവരെ തോൽപ്പിക്കാനാണ് ബി.ജെ.പി കോൺഗ്രസിനെയും ഒപ്പം കൂട്ടിയത്. മുനിസിപ്പൽ കൌൺസിലിൽ ആകെ 60 സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ ഷിൻഡെ വിഭാഗത്തിന് 27 കൌൺസിലർമാരെയാണ് വിജയിപ്പിക്കാനായത്. കേവല ഭൂരിപക്ഷത്തിന് 4 സീറ്റ് കുറവ്. ബി.ജെ.പിയുടെ 14 പേരും കോൺഗ്രസിന്റെ 12 പേരും അജിത് പവാർ വിഭാഗത്തിന്റെ 4 പേരും 2 സ്വതന്ത്രരും ചേർന്ന സഖ്യം അങ്ങനെ അധികാരം പിടിച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഷിൻഡെ വിഭാഗത്തിന്റെ മനീഷ പാലേക്കറിനെ ബി.ജെ.പിയുടെ തേജശ്രീ പാട്ടീൽ കോൺഗ്രസ് സഹായത്തിൽ തോൽപ്പിച്ചു. അഴിമതി അവസാനിപ്പിച്ച് വികസനം കൊണ്ടുവരാനാണ് സഖ്യത്തിലായതെന്ന് പ്രാദേശിക നേതാക്കൾ പറയുന്നു. ഔദ്യോഗികമായി ഒരു സഖ്യവും തീരുമാനിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളും പറയുന്നു. ബി.ജെ.പിക്കെതിരെ ഷിൻഡെ വിഭാഗം അതേസമയം കടുത്ത അതൃപ്തിയിലാണ്. ധാരാശിവിൽ കണ്ട കോൺഗ്രസ് ഷിൻഡെ സഖ്യവും പിംപ്രി ചിഞ്ചുവാദിലെ ശരത് പവാർ അജിത് പവാർ സഖ്യവും അടക്കം അവിയൽ പരുവത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് മഹാരാഷ്ട്രയിൽ മുന്നണികളുടെ അവസ്ഥ. പക്ഷേ ബി.ജെ.പി കോൺഗ്രസ് സഖ്യം അപ്രതീക്ഷിതമാണ്. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.